ഒരു പൈസയും തരാണ്ട് 2 വർഷം നിങ്ങൾ ജോലി ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരാം എന്നാണ് KSMC പറയുന്നത്. ഏത് സർക്കുലറിന്റെ തീരുമാനപ്രകാരമാണ് നിങ്ങളിത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്? ഒന്നിനും അവർക്ക് റിപ്ലൈ ഇല്ല. KSMCയിലെ രജിസ്ട്രാറെ ഞങ്ങൾക്ക് കാണാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ KSMCയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രജിസ്ട്രാറെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലൈസൻസ്, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നേടാനുള്ള എക്സാം പാസ്സായ ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ പോകുന്നത് 2027-ലാണ്. ഈ ഒരു 3 വർഷം ഞാൻ എന്ത് ചെയ്തു? വാട്ട് വാസ് ഐ ഡൂയിങ് ഡ്യൂറിങ് ദിസ് 3 year? ബാക്കി എല്ലാ സംസ്ഥാനത്തും രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വൈ നോട്ട് കേരള? കേരളത്തിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല? അതിനകത്ത് അവർ ലെറ്റർ അയച്ചേക്കുന്നത് ടു പ്രസിഡന്റ് UGMAB നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് അവിടെ വേക്കൻ്റ്. അവിടെ ഈ പോസ്റ്റ് വേക്കൻ്റ്, ഈ പോസ്റ്റ് ഇല്ല അവിടെ. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ മാത്രം നമ്മുടെ നാഷണൽ മെഡിക്കൽ കൗൺസിലിന് അതീതമായി സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കെൽപ്പുള്ള ബോഡിയാണെന്ന് സ്വയം അവർ പറയുകയാണ്. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് വിദേശ മെഡിക്കൽ ബിരുദധാരികളായ നിരവധി വിദ്യാർത്ഥികളുണ്ട്. പ്രത്യേകിച്ച് ജോർജിയ, ഫിലിപ്പീൻസ്, ചൈന എന്നിവിടങ്ങളിലെല്ലാം തന്നെ വിദ്യാഭ്യാസം നേടി നിലവിൽ സംസ്ഥാനത്ത് കഴിയുന്നവർ ഉണ്ട്. അവരെല്ലാവരും തന്നെ വലിയ പ്രതിസന്ധിയിലാണ് നിലവിലിപ്പോൾ ഉള്ളത്. അതായത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടും അവർക്ക് ജോലി കൃത്യമായി ലഭിക്കാത്ത സാഹചര്യം, നിരവധി പ്രതിസന്ധികൾ അവർ നേരിടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ബിരുദധാരികളായ വിദ്യാർത്ഥികൾ തന്നെ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ FMGs ആണ്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണ്. ഞങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ KSMC, കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ, നേരത്തെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ ആയിരുന്നത്, ഇപ്പോൾ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ്. ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ, കേരളത്തിൽ വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ നൽകുന്നത് KSMC, അതായത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസിനെയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ഡിഗ്രി, നമ്മുടെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ ഇപ്പോൾ COVID-19 കാരണം ഓൺലൈൻ ക്ലാസ്സസ് വന്നവർക്ക് ഓൺലൈനിൽ തിയോറി പഠിച്ചത് ആക്സെപ്റ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കൽസ് നിങ്ങൾ അതായത് യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ പഠിച്ചത് ആ യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രാക്ടിക്കൽസ് കോമ്പൻസേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1 year ഇന്റേൺഷിപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 2024 ഒരു പബ്ലിക് നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ NMC എന്ന് പറയുന്ന ബോഡി വരുന്നതിന് മുന്നേ MCI എന്ന് പറഞ്ഞിട്ടൊരു ബോഡിയായിരുന്നു, MCI മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതാണ് പിന്നെ ട്രാൻസ്ഫോം ചെയ്ത് 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആവുന്നത്. ഈ 2021 November 18 മുന്നേ അഡ്മിഷൻ എടുത്തവരെല്ലാവരും ഈ MCI സ്ക്രീനിങ് ടെസ്റ്റ് ഗൈഡ് ലൈൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഞാൻ 2018 ബാച്ചാണ്, 2018 അഡ്മിഷൻ എടുത്ത ആളാണ്. അപ്പോൾ ഐ കം അണ്ടർ ദി MCI സ്ക്രീനിങ് ടെസ്റ്റ് ഗൈഡ് ലൈൻസ്. ഈ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ ചൈനയിൽ പ്രാക്ടിക്കൽസ് കോമ്പൻസേറ്റ് ചെയ്തതിന് ശേഷം കോവിഡ് കാരണം ക്ലാസ് ഓൺലൈൻ ക്ലാസ്സസ് ആയി പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചൈന ബോർഡർ റീഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ അതായത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി പ്രാക്ടിക്കൽസ്, നിങ്ങൾ എന്തൊക്കെ ഓൺലൈനിൽ തിയോറി പഠിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽസ് കോമ്പൻസേറ്റ് ചെയ്തു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും, അവിടെ 1 year CRMI കമ്പൽസറി റൊട്ടേറ്ററി മെഡിക്കൽ ഇന്റേൺഷിപ്പ് നമ്മുടെ പേരന്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത സർട്ടിഫിക്കറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ യു നീഡ് നോട്ട് ഡു അനദർ ഇയർ ഓഫ് ഇന്റേൺഷിപ്പ് ഇൻ ഇന്ത്യ എന്നൊരു റൂളിലാണ് ഞങ്ങൾ പെടുന്നത് ആസ് someone who got admission before 21 November 18. അപ്പോൾ വി ആർ എക്സ്പെക്ടിങ് ഡയറക്റ്റ് പെർമനന്റ് രജിസ്ട്രേഷൻ ഫ്രം ഇന്ത്യ. പക്ഷേ പോട്ടെ, അതിനും കാര്യം സിൻസ് 2018 KSMC, കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ 1 year ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ആൻഡ് വി ആർ വെരി മച്ച് വില്ലിംഗ് ടു ഡു ദാറ്റ്. ഈ 1 വർഷം ഇന്റേൺഷിപ്പ് എന്നുള്ളത് ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. ഈവൻ ദോ വി ആർ ലൈക്ക് നമുക്ക് ഡയറക്റ്റ് പെർമനന്റ് രജിസ്ട്രേഷൻ ഉള്ള ഒരു പ്രൊവിഷൻ ഞങ്ങൾക്കുണ്ടെങ്കിൽ പോലും വി വെയർ റെഡി ടു ഡു 1 year ഇന്റേൺഷിപ്പ്. ഞങ്ങൾക്ക് എവിടെയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു 2 year ഇന്റേൺഷിപ്പ്, that too without stipend, ഒരു പൈസയും തരാണ്ട് 2 വർഷം നിങ്ങൾ ജോലി ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരാം എന്നാണ് KSMC പറയുന്നത്. അതിന് എന്താണ് കാര്യം എന്നുള്ളത് അവർ എന്തിന്റെ തീരുമാനപ്രകാരമാണ്, ഏത് സർക്കുലറിന്റെ തീരുമാനപ്രകാരമാണ് നിങ്ങളിത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്? ഒന്നിനും അവർക്ക് റിപ്ലൈ ഇല്ല. KSMCയിലെ രജിസ്ട്രാറെ ഞങ്ങൾക്ക് കാണാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ KSMCയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രജിസ്ട്രാറെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്.
ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞങ്ങൾ കുറേ ആൾക്കാരെ ഇതിനു വേണ്ടി കണ്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ, എല്ലാവരെയും. അവരെ കാണാൻ എടുത്ത ആ ഒരു പ്രശ്നം പോലും അവർക്ക് പോലും അത്രയും കാണാൻ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവരെ നമ്മൾക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ KSMC രജിസ്ട്രാറെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ മാർച്ച് 28 ഞങ്ങൾ ഇതുപോലൊരു സമരം സംഘടിപ്പിച്ചിരുന്നു. അന്നാണ് KSMC രജിസ്ട്രാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ രജിസ്ട്രാറുടെ മുകളിൽ ഒരു 15 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കൗൺസിലുണ്ട്. ആ കൗൺസിലിനകത്ത് പ്രൈവറ്റ് സെക്ടേഴ്സിൽ നിന്നും ഗവൺമെൻറ് സെക്ടറിൽ നിന്നും ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു 15 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് DME ആൻഡ് DHS ആണ് ആ കൗൺസിലിനകത്തുള്ളത്. ഈ കൗൺസിലാണ് തീരുമാനം എടുക്കുന്നത്. ഈ കൗൺസിൽ എന്തിൻ്റെ ബേസിസ് തീരുമാനം എടുക്കുന്നു, ഏതൊക്കെ നോട്ടീസിൻ്റെ ബേസിസ് തീരുമാനം എടുക്കുന്നു, നിങ്ങൾ എങ്ങനെ ഓട്ടോണമസ് ആയിട്ട് ഇങ്ങനെ ഒരു NMC എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ബോഡി നിലനിൽക്കെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എങ്ങനെ നിങ്ങൾ ഒരു ഓട്ടോണമസ് ഡിസിഷൻ എടുക്കും, ഇതിനൊന്നും അവർക്ക് ഉത്തരമില്ല. പക്ഷേ യു ആർ ഫ്രം ചൈന, യു ഷുഡ് ഡു 2 years. ആർ യു ഫ്രം യുക്രൈൻ, യു ഷുഡ് ഡു 3 years. ഇതാണ് അവർ പറയുന്നത്. ഓൺ വാട്ട് ബേസിസ് ആർ യു ഗിവിംഗ് ദിസ്? അവരുടെ ഒരു ഡിസിഷനും KSMCയിൽ 2020 ശേഷം KSMCയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അലോട്ട്മെന്റിന്റെ ഈ മെഡിക്കൽ കോളേജസിന്റെ അലോട്ട്മെന്റിന്റെ കാര്യങ്ങളല്ലാണ്ട് അവരുടെ ഒരു തീരുമാനങ്ങളും അവർ ഇതുവരെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. എന്തിന്റെ ബേസിസ് കാര്യം പറ്റില്ല. ലൈക്ക് അവർ യുനാനിമസ്ലി എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ദേ ഡോണ്ട് ബോദർ അബൌട്ട് എനി ഓഫ് ദി നാഷണൽ മെഡിക്കൽ ഗൈഡ് ലൈൻസ് ഓർ എനിത്തിങ്. ഈ ഒരു കൗൺസിൽ മാറ്റുക എന്നുള്ളതാണ്. ഈ ഒരു കൗൺസിൽ ഇങ്ങനെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിൽ ഇരിക്കുന്ന ആ ഒരു കൗൺസിൽ മാറ്റിയാലേ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവുള്ളൂ. കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, 2024 എക്സാം പാസ്സായ ഒരു കുട്ടിയാണ് ഞാൻ. ഇന്ത്യ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലൈസൻസ്, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നേടാനുള്ള എക്സാം പാസ്സായ ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ പോകുന്നത് 2027 ഈ ഒരു 3 വർഷം ഞാൻ എന്ത് ചെയ്തു? വാട്ട് വാസ് ഐ ഡൂയിങ് ഡ്യൂറിങ് ദിസ് 3 years? ഇനി എനിക്ക് വേറൊരു സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 2024 ഗ്രാജുവേറ്റ് ആയ നിങ്ങൾ എങ്ങനെയാണ് 2027 രജിസ്ട്രേഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എനിക്ക് പറയാൻ ഉത്തരമില്ല. ബാക്കി സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസ് ഈ കേരളത്തിൽ ഇന്ത്യയിൽ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിൻ്റെ അതായത് മെഡിക്കൽ കൗൺസിൽസ് ഉണ്ട്. അവരെടുക്കുന്ന പോലത്തെ ഒരു ഡിസിഷൻ, അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ കേരളത്തിന് എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല? ബാക്കി എല്ലാ സംസ്ഥാനത്തും രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വൈ നോട്ട് കേരളത്തിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഡൽഹിയിലും കർണാടകയിലും ഒക്കെ വർക്ക് ചെയ്ത് അവിടുത്തെ രജിസ്ട്രേഷനുള്ള അവിടുത്തെ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിന് കേരളത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം, കേരളത്തിൽ രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു വർഷം ഇന്റേൺഷിപ്പ് ചെയ്യാനാണ് പറയുന്നത്. അത് എന്ത് മണ്ടത്തരം അവർ പറയുന്നത് എന്നുള്ളതാ. നിലവിലൊന്നും ചെയ്യുന്നില്ല. എനിക്കിപ്പോൾ പ്രൊഫഷണൽ ഞാൻ 2 വർഷത്തേക്ക് നാട്ടിൽ കയറിയിരിക്കുന്ന കുട്ടിയാണ്. എൻ്റെ ആദ്യത്തെ വർഷം കഴിഞ്ഞു, 2ാമത്തെ വർഷം ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. അത് മാത്രമല്ല, ഞാൻ ഇതെന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനിൽ നിന്ന് വാലിഡിറ്റി ഓഫ് ഓൺലൈൻ ക്ലാസ് വാലിഡ് ആണെന്ന് കാണിക്കുന്നുണ്ടുള്ള നോട്ടീസാണ് NMCയുടെ. ഈ കാണുന്ന നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടേതാ. ഈ കണ്ടാൽ അറിയാം, ഡോക്ടർ ഹരികുമാരൻ നായർ, പ്രസിഡന്റ് KSMC. ഇതിലും ഓൺലൈൻ ക്ലാസ് വാലിഡ് ആണ്. ഫിസിക്കൽ ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രാക്ടിക്കൽ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസാണ്. ഇതാണ് അവർ NMCക്ക് 18/3/2026 വന്ന നോട്ടീസിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നും പറഞ്ഞ് അവർ NMCക്ക് അയച്ച ഒരു ലെറ്ററാണത്. ആ ലെറ്റർ ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം എടുത്തതാണ്. അതിനകത്ത് അവർ ലെറ്റർ അയച്ചേക്കുന്നത് ടു പ്രസിഡന്റ് UGMAB നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് അവിടെ വേക്കൻ്റ്. ഈ പോസ്റ്റ് വേക്കൻ്റ്. ഈ പോസ്റ്റ് ഇല്ല അവിടെ. സെക്രട്ടറിക്കാണ് അവർ അയക്കേണ്ടത്. ഇത് ഇവർ അയച്ചതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ സമയം ലേറ്റ് ആക്കുക. എങ്ങനെ ഇവരുടെ നമ്മുടെ സമയം എങ്ങനെ കളയാൻ പറ്റുമെന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഡിഗ്രി അല്ലെങ്കിൽ PhD എടുത്ത ആൾക്കാരാണ് അവിടുത്തെ കൗൺസിൽ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ആസാമും ഒറീസയും അവരുടെയൊക്കെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലും ഇതുപോലെ ക്ലാരിഫിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അവരയച്ചത് NMCയുടെ ചെയർമാനോ അല്ലെങ്കിൽ NMC സെക്രട്ടറിക്കാണോ അവർ അയച്ചത്. ഇങ്ങനെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് FAQs NMC പബ്ലിഷ് ചെയ്തതാണ്. 8 ജൂണിനാണ് ഈ നോട്ടീസ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർക്കാണ് ക്ലർക്ക്ഷിപ്പ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഇന്റേൺഷിപ്പ് ഇഷ്യൂ ചെയ്യേണ്ടത് ആർക്കാണ്, ഡയറക്റ്റ് രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്വന്തം യൂണിവേഴ്സിറ്റി തന്നെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളുടെ സ്വന്തം യൂണിവേഴ്സിറ്റി തന്നെ പ്രാക്ടിക്കൽ കോമ്പൻസേഷൻ ചെയ്ത് തിരിച്ച് വന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് NMCയുടെ നിയമപ്രകാരം ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടാൻ അർഹരാണ്. അതവർ തരുന്നില്ല. എന്നിട്ട് ഇവരുടെ സൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം
അറ്റസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് ഞങ്ങളുടെ അറ്റസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സ് നോട്ടറൈസ് ചെയ്ത് ഇന്ത്യൻ എംബസിയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അതിവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒന്നും അത് അറ്റസ്റ്റ് ചെയ്യണം. അത് ഈ 2 കോപ്പി വീതം എടുത്ത് ഇത് ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്യണം ഓൺലൈനായിട്ട്. ഇത് ഹാർഡ് കോപ്പി കൊടുക്കണം. നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവർ കറക്റ്റായിട്ട് വെക്കണമെന്നില്ല. പല കുട്ടികളുടെ ഡോക്യുമെൻറ്റ്സ് മിസ്സായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പല കുട്ടികൾക്ക് ഇവർ തെറ്റായിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക്, എംബസിയിലോട്ടും യൂണിവേഴ്സിറ്റിയിലേക്കും തെറ്റായിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് ഇവർ അയച്ച് കുട്ടികളുടെ സമയം പിന്നെയും എന്ന് പറഞ്ഞാൽ 6-7 മാസം എല്ലാവരും വെയിറ്റിംഗ് ആണ്. 1.5 വർഷമായിട്ടും കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി റിപ്ലൈ കിട്ടാതെ. അതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഇല്ല. ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ചെയ്യുന്ന അതേ വർക്കാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് തരുന്നില്ല. ഒരു കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഇല്ല. അതിനെതിരെ നമ്മൾ സർക്കാരിന് നമുക്ക് സ്റ്റൈപ്പൻഡ്, കാരണം ഒരു അന്യായമല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവരും ചെയ്യുന്ന ഓരോ ജോലി, ഞങ്ങൾക്ക് താമസിക്കാനോ ആഹാരം കഴിക്കാനോ ഒന്നിനും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. എല്ലാം വീട്ടുകാരുടെ ചിലവിലാണ് ജീവിക്കുന്നത്. ഒരു 25 വയസ്സുകാരൻ ഇപ്പോഴും വീട്ടുകാരുടെ ചിലവിലാണ് ജീവിക്കുന്നത്. അതിനുള്ള ഞാൻ ചൈനയിലാണ് പഠിച്ചത്. അതെ, ഞാൻ 2019 ബാച്ചാണ്. NMCയുടെ നിയമപ്രകാരം പെനൽറ്റിമേറ്റ് അല്ലെങ്കിൽ ഫൈനൽ ഇയർ ബാച്ചുകൾക്കാണ് അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ആണ് ക്ലർക്ക്ഷിപ്പ് ഇഷ്യൂ ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കോമ്പൻസേഷൻ കോമ്പൻസേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തവരാണ്. ഈ കോമ്പൻസേഷൻ സർട്ടിഫിക്കറ്റ് അവർ വെരിഫൈ പോലും ചെയ്യുന്നില്ല. ഞങ്ങളുടെ കോമ്പൻസേഷൻ സർട്ടിഫിക്കറ്റോ ഇന്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റോ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റും ഇവർ വെരിഫൈ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രൂഫും ഞങ്ങളുടെ കയ്യിലുണ്ട്. വിവരാവകാശ പ്രകാരം ഞങ്ങൾ അതിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവർ ഇതൊന്നും വെരിഫൈ ചെയ്യാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ക്ലർക്ഷിപ്പും ഇന്റേൺഷിപ്പ് ഇഷ്യൂ ചെയ്യുന്നത്? എൻ്റെ പേര് അജിൻ. എൻ്റെ പേര് അമിത്. ഞാൻ ചൈനയിലാണ് പഠിച്ചത്. 2019 ബാച്ചാണ്. കേരളത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ നിന്ന് 1+1 1 വർഷം ക്ലർക്ഷിപ്പും 1 വർഷം ഇൻറ്റേൺഷിപ്പിനുമാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾക്ക് മെയിൽ വന്നിരിക്കുന്നത്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ആദ്യം നമുക്ക് ഇല്ലീഗലായിട്ട് ഇവർ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള ക്ലർക്ഷിപ്പാണ്. അപ്പോൾ ഈ ക്ലർക്ഷിപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ശരിക്കും നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ റൂൾസ് പ്രകാരം തിരിച്ച് അവരവരുടെ ഓൺലൈൻ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതായിട്ടുള്ള സ്റ്റുഡൻസ് തിരിച്ച് അവരുടെ കോളേജിൽ പോയി പ്രാക്ടിക്കൽ മിസ്സായത് കോമ്പൻസേറ്റ് ചെയ്ത് തിരിച്ച് വന്നാൽ, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് തിരിച്ച് വന്നാൽ അവർക്ക് ശരിക്കും 1 വർഷം ക്ലർക്ഷിപ്പ് ആവശ്യമില്ല. അങ്ങനെ ഓൾറെഡി നോട്ടീസ് ഉള്ള സമയത്ത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അവരുടെ സ്വയമായിട്ടുള്ള തീരുമാനപ്രകാരം എന്തിൻ്റെ ബേസിസിലാണെന്ന് അറിയത്തില്ല. ഇനിയും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനെ പ്രീതിപ്പെടുത്താനാണോ അതോ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നറിയത്തില്ല, അവർ ആ തീരുമാനത്തിൽ നിന്ന് ഉറച്ചിരിക്കുന്നു. അതൊരു ഈഗോ ആണ്. അവർ ആ തീരുമാനത്തിൽ നിന്നും തിരിച്ചു പോകാൻ തയ്യാറല്ല. ബാക്കി എല്ലാ സംസ്ഥാനവും യൂണിയൻ ടെറിട്ടറിയും ഈ തീരുമാനം അവർ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ തീരുമാനം ഫോളോ ചെയ്യുകയും 2 വർഷം എന്നുള്ളത് 1 വർഷമാക്കുകയും പല സംസ്ഥാനങ്ങൾ ഡയറക്റ്റ് പെർമനന്റ് രജിസ്ട്രേഷനും കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ മാത്രം നമ്മുടെ നാഷണൽ മെഡിക്കൽ കൗൺസിലിന് അതീതമായി സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കെൽപ്പുള്ള ബോഡിയാണെന്ന് സ്വയം അവർ പറയുകയാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് സ്റ്റുഡൻസിനാണ് അനധികൃതമായിട്ട് 1 വർഷം എക്സ്ട്രാ ചെയ്യേണ്ടി വരുന്നത്. ഈ ഞങ്ങൾക്ക് ഓൺലൈനിൽ മിസ്സായിട്ടുള്ള സബ്ജക്ട്സ് ഒന്നുമല്ല ഞങ്ങൾ ഈ പഠിക്കുന്നത്. ഓൺലൈനിൽ മിസ്സായിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഞങ്ങൾ ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ ക്ലർഷിപ്പായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ വേറെന്തോ 1 വർഷം ചുമ്മാ നിങ്ങൾ സമയം കളയുക എന്നുള്ള ഒരു ബേസിസിൽ മാത്രം 1 വർഷം ഞങ്ങൾ എക്സ്ട്രാ ചെയ്യുകയാണ്. ഇതിനൊന്നും സ്റ്റൈപ്പൻറ്റും ഇല്ല. പിന്നെ എല്ലാ ചൈനയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല ഈ പ്രശ്നം, മറ്റ് രാജ്യത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ പ്രശ്നമുണ്ട്. വേറൊരു സംസ്ഥാനത്ത് പോയി 1 വർഷം ചെയ്തിട്ട് വന്നാൽ പോലും തിരിച്ചിവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ അനുവാദമില്ല. കാരണം കേരളത്തിൽ 2 വർഷമാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ 1 വർഷമോ ഡയറക്റ്റോ ഉള്ളതുകൊണ്ട് കേരളത്തിൽ തിരിച്ചു വന്നാൽ അവർ 1 വർഷം കൂടെ നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ജനുവരി പാസ്സായ ആളാണ് ഞാൻ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് എൻ്റെ അലോട്ട്മെൻറ്റ് സംഭവിക്കുന്നത്. അവർ വെരിഫിക്കേഷൻ എല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ മെയിൽ പോലും അവർ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒഫീഷ്യൽ അല്ലാത്ത വേറൊരു മെയിലിലേക്ക് അയച്ച് കാലതാമസം ഉണ്ടാക്കി. അത് കാരണം എനിക്ക് 1 മാസത്തോളം ഡിലേ വന്നു. ഈ 6 മാസം ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. അതിനുശേഷം ഞാനിപ്പോൾ അലോട്ട് ചെയ്ത് 2 വർഷത്തിന് ചെയ്തു. അപ്പോൾ 2 വർഷവും 6 മാസവും പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടാൻ എനിക്ക് വീണ്ടും 3-4 മാസം വീണ്ടും സമയമെടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 3 വർഷം വെളിയിൽ നിന്ന് പഠിച്ചതായിട്ടുള്ള വന്ന ഒരു സ്റ്റുഡൻറ്റിന് നഷ്ടമാണ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ കൊണ്ട് മാത്രം ഉണ്ടാകുന്നത്. ഇതെങ്ങനെയും മാറ്റണം, അതിന് കൗൺസിലിനെ പിരിച്ചുവിടുക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഏകദേശം എത്ര പേരുണ്ട്? ഞങ്ങൾ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്. അത് ഒരു ചൈനയിൽ നിന്ന് മാത്രം പഠിച്ച സ്റ്റുഡൻസ് അല്ല. 2016, 17, 18, 19, 20 ബാച്ചിലെ സ്റ്റുഡൻസ് ചൈന, ഫിലിപ്പീൻസ്, ഉക്രൈൻ, ജോർജിയ, മറ്റെല്ലാ രാജ്യങ്ങളിലും ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക്
ഏത് ബേസിസിലാണ് ഈ തീരുമാനം എടുക്കുന്നത് നമുക്കറിയില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. കേരളത്തിന് മാത്രം എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാകാത്തത്, ഈ നോട്ടീസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുമാത്രമല്ല, ഒരു കുട്ടിക്ക് പോലും ഇവർ സ്റ്റൈപ്പൻഡ് ഇഷ്യൂ ചെയ്യുന്നതല്ല എന്ന് മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന ഈ കൗൺസിലിൽ ഇരിക്കുന്ന ഒരു 60% ആൾക്കാരും പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ഇതിനകത്ത് ആകെ കുറച്ച് 3-4 പേര് മാത്രമേ എന്തുള്ളൂ ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലുള്ള ഡോക്ടേഴ്സുള്ളൂ, DHS, DME. പിന്നെ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ HOD ആണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് FMGസിന് അനുകൂലമായിട്ടൊരു തീരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ FMGസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തീരുമാനം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആവശ്യം ഈ കൗൺസിൽ പിരിച്ചുവിട്ട് പ്യുവർലി ഫ്രം ഗവൺമെൻറ് സൈഡ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്ടേഴ്സിന് മാത്രമേ ഈ കൗൺസിലിൽ വരാവൂ എന്നുള്ളൊരു നിയമം സർക്കാർ കൊണ്ടുവരണം. എന്തായാലും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ്. ഇതുവരെയും ഇവരുടെ ആവശ്യങ്ങൾ ഈ ഒരു കൗൺസിൽ മര്യാദയ്ക്ക് കേൾക്കുവാനോ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനോ തയ്യാറായിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചില്ല എങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് വിദ്യാർത്ഥികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.